ഹരിശ്രീ ഗണപതയേ നമഃ. വിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം പാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. എല്ലാവർക്കും നമസ്കാരം. വാൽമീകി രാമായണം 58-ാമത്തെ സർഗത്തിൽ 46-ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വായിച്ചത്. ഇനി 47-ാമത്തെ ശ്ലോകം മുതൽ നോക്കാം. തത്ര പ്രവിശതശ്ചാപി കൽപ്പാന്തകനസന്നിഭ അട്ടഹാസം വിമുഞ്ചന്തി നാരീകാഭ്യുത്തിതാ പുരാ. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ അവസാനത്തിൽ പറഞ്ഞത് സമുദ്രത്തിന് തെക്കേ കരയിൽ സ്ഥിതി ചെയ്യുന്ന ലങ്കാപുരി ഹനുമാന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. സൂര്യൻ അസ്തമിച്ചതിന് ശേഷം രാക്ഷസവാസസ്ഥാനമായ നഗരത്തിൽ ഭീമവിക്രമന്മാരായ രാക്ഷസരുടെ കണ്ണിൽപ്പെടാതെ ഞാൻ പ്രവേശിക്കാൻ ഒരുങ്ങി എന്ന ശ്ലോകത്തിലാണ് നിർത്തിയത്. ഇനി തത്ര പ്രവിശതശ്ചാപി കൽപ്പാന്തകനസന്നിഭ അട്ടഹാസം വിമുഞ്ചന്തി നാരീകാഭ്യുത്തിതാ പുരാ. അതിൽ പ്രവേശിക്കെ തന്നെ ഏതോ ഒരു സ്ത്രീ പ്രളയകാലമേഘം പോലെ അട്ടഹസിച്ചുകൊണ്ട് എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ജിഖാം സന്ധിം തതസ്താം തു ജ്വലദഗ്നിശിരോരുഹാം സവ്യമുഷ്ടിപ്രഹാരേണ പരാജിത്യ സുഭൈരവാം പ്രദോഷകാലേ പ്രവിശം ഭീതയാഹം ദയോദിത അഹം ലങ്കാപുരീ വീര നിർജിത വിക്രമേണതേ യസ്മാത് തസ്മാത് വിജേതാസി സർവരക്ഷാംസ്യ ശേഷത. കത്തിക്കാളുന്ന തീ പോലുള്ള മുടിയോടുകൂടി ആ ഭീകര സ്വരൂപിണി എന്നെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ഇടങ്കൈ ചുരുട്ടി ഇടിച്ച് ഞാൻ പരാജയപ്പെടുത്തി. പേടിച്ചു പോയ അവൾ പറഞ്ഞു, വീര, ഞാൻ ലങ്കാനഗരിയുടെ ഐശ്വര്യ ദേവതയാകുന്നു. ലങ്കാപുരി എന്നതിന് അർത്ഥം പരാക്രമത്താൽ ഭവാൻ എന്നെ പരാജയപ്പെടുത്തി. അതിനാൽ നീ സർവ്വരാക്ഷസരെയും ജയിക്കാൻ കഴിവുള്ളവനായി തീർന്നിരിക്കുന്നു. അങ്ങനെ പ്രദോഷവേളയിൽ ഞാൻ അകത്തു കടന്നു. തത്രാഹം സർവരാത്രം തോ വിജുന്നൻ ജനകാത്മജാം രാവണാന്തപുരഗതോ നചാ പശ്യം സുമധ്യമാം. ഞാൻ രാത്രി മുഴുവൻ ജനകരാജകുമാരിയെ അന്വേഷിച്ചു നടന്നു. രാവണാന്തപുരത്തിൽ പ്രവേശിച്ചു. അവിടെയും ആ സുന്ദരിയെ കാണാൻ കഴിഞ്ഞില്ല. തത സീതാം അപശ്യം സ്തു രാവണസ്യ നിവേശനെ ശോകസാഗരമാസാദ്യ നപാരമുപലക്ഷയേ. രാവണഗ്രഹത്തിലും സീതയെ കാണാതെ ദുഃഖസമുദ്രത്തിൽ ആണ്ടുപോയ എനിക്ക് അതിൻ്റെ കര കാണാൻ ആയില്ല. അതായത് ദുഃഖത്തിൽ നിന്നും മോചനമുണ്ടായില്ല എന്ന് ആശയം. ശോചതാജമയാ ദൃഷ്ടം പ്രാകാരേണ സമാവൃതം കാഞ്ചനേന വിചിത്രേണ ഗ്രഹോപവനമുത്തമം. ദുഃഖിതനായി ഞാൻ വിചിത്രവും ചുറ്റും പൊൺമതിലുള്ളതും ശ്രേഷ്ഠവുമായ ഒരു പൂങ്കാവനം കണ്ടു. സ പ്രാകാരമവപ്ലുത്യ പശ്യാമി ബഹുവാദപം അശോകവനികാമധ്യേ ശിംശുപാപാദവോ മഹാൻ തമാരുഹ്യ ജപശ്യാമി കാഞ്ചനം കദളീവനം. ആ മതിൽ ചാടിക്കടന്ന് നോക്കിയപ്പോൾ വൃക്ഷനിബിഡമായ അശോകവനിക കണ്ടു. അതിൻ്റെ മധ്യത്തിൽ വലിയൊരു ശിംശുപാ വൃക്ഷം നിൽപ്പുണ്ട്. അതിൽ കയറി നോക്കിയപ്പോൾ ഒരു പൊൺ കദളീവനം കാണായി. അദൂരേ ശിംശുപാ വൃക്ഷാത് പശ്യാമി വരവർണിനിം ശ്യാമാം കമലപത്രാക്ഷിം ഉപവാസകൃശാനനാം തദേകവാസസംവീതാം രജ്ജോദോസ്തശിരോരുഹാം ശോകസന്താപദീനാംഗീം സീതാം ഭദ്രുഹിതേ സ്ഥിതാം. രാക്ഷസീഭിർവിരൂപാഭി ക്രൂരാഭിരഭി സംവൃതാം മാംസചോണിതഭക്ഷാഭിർ വ്യാഘ്രിഭിർഹരിണീമിവ. ആ ശിംശുപാവൃക്ഷത്തിനടുത്ത് വരവർണിനിയും പത്മപത്രാക്ഷിയും ഉപവാസകൃശയും പൊടിപുരണ്ട തലമുടിയോടുകൂടിയവളും ദുഃഖത്താൽ വാടിത്തളർന്ന ശരീരത്തോടു കൂടിയവളും അതേ പഴയ വസ്ത്രം തന്നെ ധരിച്ചവളും ഭദ്രഹിതത്തിൽ മാത്രം ചിത്തമുറപ്പിച്ചിരിക്കുന്നവളും ആയ സീത പുലികളാൽ വളയപ്പെട്ട മാൻപേടയെപ്പോലെ ഭക്ത മാംസഭക്ഷിണികളും ക്രൂരകളുമായ രാക്ഷസികളാൽ ചൂടപ്പെട്ട നിലയിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. സ മയാ രാക്ഷസീ മധ്യേ തർജമാന മുഹുർമുഹു ഏകവേണീധരാധീന ഭദ്രചിന്താപരായണ ഭൂമിശയ്യാ വിവർണാംഗീ പത്മിനി വഹിമാഗമേ രാവണാത് വിനിവിഷ്ടാർത്ഥ മർത്തവ്യകൃത നിശ്ചയ കഥഞ്ചിൻ മൃഗശാപാഷി തൂർണമാസാദിതാമയ. രാക്ഷസീ മധ്യത്തിൽ സദാ ഭയപ്പെട്ടും ദീനയായും കഴിയുന്ന ഭദ്രചിന്താപരായണയായ ഏകവേണീധരയായ വെറും നിലത്തു ശയിക്കുന്ന മഞ്ഞുകാലത്തെ
താമരപ്പൊയ്ക പോലുള്ള രാവണനിൽ നിന്ന് രക്ഷപ്പെടാൻ വഴി കാണാതെ നിരാശാഭരിതയായ, വേഗം മരിക്കാൻ ഉറച്ചിരിക്കുന്ന ഇളമാൻ കണ്ണാളായ സീത കാണാവുന്ന ദൂരത്തിൽ കഴിയുന്നതായി വളരെ പ്രയാസപ്പെട്ടാണെങ്കിലും ഞാൻ കണ്ടു. താം ദൃഷ്ടാദാദൃശീം നാരീം രാമപത്നിം മനിന്ദിതാം തത്രൈവ ശംശുഭാവൃക്ഷേ പശ്യന്നഹമവസ്ഥിത. ആ സ്ഥിതിയിലിരിക്കുന്ന യശസ്വിനിയും സ്ത്രീരത്നവും അപകീർത്തിക്ക് അവകാശമില്ലാത്തവളുമായ രാമപത്നിയെ നോക്കിക്കൊണ്ട് ഞാൻ ആ ശംശുഭാവൃക്ഷത്തിൽ തന്നെ ഇരുന്നു. തതോ ഹലഹലാ ശബ്ദം കാഞ്ചീനൂപുരമിശ്രിതം ശൃണോമ്യധിക ഗംഭീരം രാവണസ്യ നിവേശനെ. അപ്പോൾ രാവണഗ്രഹത്തിൽ നിന്ന് അരഞ്ഞാൺ, ചിലമ്പ് എന്നിവയുടെ കളനാദത്തോട് ഇടകലർന്ന ഗംഭീരമായ ശബ്ദകോലാഹലം കേൾക്കായി. തതോഹം പരമോദിഗ്ന സ്വരൂപം പ്രത്യസംഹരം അഹം ദശംശുഭാവൃക്ഷേ പക്ഷീവ ഗഹനേ സ്ഥിത. ആ സമയം ഭയസംഭ്രാന്തനായ ഞാൻ ശരീരം വളരെ ചെറുതാക്കി ശംശുഭാവൃക്ഷത്തിന്റെ ഇലച്ചാർത്തുകൾക്കിടയിൽ ഒരു പക്ഷിയെപ്പോലെ അനങ്ങാതിരുന്നു. തതോ രാവണദാരാശ്ച രാവണശ്ച മഹാബല തം ദേശമഭി സംപ്രാപ്ത യത്ര സീത അപവസ്ഥിത. തം ദൃഷ്ട്വാദപരാരോഹ സീതാ രക്ഷോ ഗണേശ്വരം സങ്കുജ്യോരുസ്തനോപീനോ ബാഹുഭ്യാം പരിരഭ്യജ. അനന്തരം രാവണപത്നിമാരും മഹാബലവാനായ രാവണനും സീതയിരിക്കുന്ന സ്ഥലത്തേക്ക് വന്നു. സുന്ദരിയായ സീതാദേവി രാക്ഷസരാജനെ കണ്ട ഉടനെ ഊരുക്കളും ഉരസിജങ്ങളും ഇരു കൈകളാൽ മൂടി മറച്ചുകൊണ്ട് ഇരുന്നു. രാവണനെ കണ്ട് സംഭീതയായ സീതയുടെ ഇരിപ്പും ഭാവവും വെളിപ്പാട്ടിൽ വർണ്ണിച്ചിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. കനകമണി വലയ ഘടകാംഗത നൂപുര കാഞ്ചീമുഖാഭരണാരവ മന്ദികേ വിവശതര ഹൃദയമൊടു കേട്ടു നോക്കും വിധോ വിസ്മയമമാറു കണ്ടു പുരോഭുവി വിഭുതപതി നിശിചരകുലാദിവൻതൻപര വെത്രയും ഭീതയായി വന്നിതു സേതയും ഉരസിജവും ഇരുതുടകളാൽ മറച്ചാതി പൂണ്ടുത്തമാംഗം താഴ്ത്തി വേപതൂഗാത്രിയായി നിജരമണ നിരുപമ ശരീരം നിരാകുലം നിർമ്മലം ധ്യാനിച്ചിരിക്കും ദശാന്തരേ ദശവദന യുഗശര പരവശതയാ സമം ദേവീ സമീപേ തൊഴുതിരൻ നേടിനാൻ. വിത്രസ്താം പരമോദിഗ്നാം വീക്ഷമാണാം തതസ്തദാ താണം കിഞ്ചിത് അപശ്യന്തിം വേപമാനാം തപസ്വിനിം താമുവാച ദശഗ്രീവാ സീതാം പരമദുഃഖിതാം അവാക്ചിരാ പ്രപതിതോ ബഹുമന്യസ്വ മാമിതേ യതി ചേത്വം തു ദർപ്പാൻ മാം നാഭിനന്ദസി ഗർവിതേ ദ്യൗ മാസാവന്തരം സീതേ പാസ്യാമി രുധിരം തവ. അതീവ ദുഃഖിതയും ഭയകമ്പിതയും നാലുപാട് നോക്കി യാതൊരു രക്ഷയും കാണാതെ പരിഭ്രാന്തയും തപസ്വിനിയുമായ സീതയുടെ മുന്നിൽ തലകുനിച്ചുകൊണ്ട് രാവണൻ പറഞ്ഞു, സീതേ, നീ എന്നെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക. അഹങ്കാരത്താൽ ഗർഭിതയായി നീ എന്നെ അഭിനന്ദിക്കാത്ത പക്ഷം 2 മാസം കഴിഞ്ഞാൽ ഞാൻ നിന്റെ ചോര കുടിച്ച് ദാഹം തീർക്കും. ഭാര്യാപദം സ്വീകരിക്കാത്ത പക്ഷം എന്ന് അർത്ഥം. യദശ്രുത്വാ വജസ്തസ്യ രാവണസ്യ ദുരാത്മന ഉവാച പരമക്രുദ്ധ സീതാവചനമുത്തമം. ദുഷ്ടനായ രാവണന്റെ വാക്കുകേട്ട് അതിക്രുദ്ധയായ സീതാദേവി ഉചിതവും ഉത്തമവുമായ മറുപടി നൽകി. രാക്ഷതാദപരാമസ്യ ഭാര്യാം അമിത തേജസ ഇക്ഷ്വാകുകുലനാഥസ്യ സ്നുഷാം ദശരഥസ്യ ജ അവാച്യം പതതോ ജുഹ്വാ കഥം ന പതിതാ തവ. രാക്ഷസാതമ, അതി തേജസ്വിയായ ശ്രീരാമന്റെ പത്നിയും ഇക്ഷ്വാകുലനാഥനായ ദശരഥന്റെ പുത്രവധുവുമായ എന്നോട് പറയരുതാത്തത് പറയുന്ന നിന്റെ നാവ് എന്തുകൊണ്ടാണ് അറ്റുവീഴാത്തത്? കാഞ്ചിത് വീര്യം തവാനാര്യായോ മാം ഭദ്രസന്നിധോ അമൃത്യാഗത പാപ തേനാ ദൃഷ്ടോ മഹാത്മന. അനാചാര്യ, പാപ, ഭർത്താവില്ലാത്തപ്പോൾ ആ മഹാത്മാവ് കാണാതെ എന്നെ അപഹരിച്ചു കൊണ്ടുവന്ന നിന്റെ വീര്യം തികച്ചും തുച്ഛം തന്നെ. വീരുവാണ് രാവണൻ എന്ന് ആശയം. നത്വം രാമസ്യ തദുശോ ദാസ്യേപ്യസ്യ ന യുജ്യസേ യജ്ഞീയ സത്യവാദീജ രണശ്ലാഘീജ രാഘവ. നീ രാമന് തുല്യനല്ല, അദ്ദേഹത്തിന്റെ ദാസനാവാനും കൂടി നിനക്ക് അർഹതയില്ല. രാഘവൻ സത്യവാദിയും പൂജനീയനും നേരിട്ട് യുദ്ധം ചെയ്യുന്നതിൽ അഭിമാനിക്കുന്നവനുമാകുന്നു. യുദ്ധത്തെ ഭയപ്പെടുന്ന വീരു അല്ല എന്ന് ആശയം.
ജാനക്യ പരുഷം വാക്യം ഏവമുഗ്ധോ ദശാനന ജജ്വാല സഹസാ കോപാചിതാസ്ത ഇവ പാവക. സീതയുടെ കർണകഠോരമായി വാക്കുകൾ കേട്ട് അത്യുഗ്ര കോപം കൊണ്ട രാവണൻ ചിതാഗ്നി പോലെ ജ്വലിച്ചു. വിമർത്യ നയനേ ക്രൂരേ മുഷ്ടിമുദ്യമ്യ ദക്ഷിണം മൈഥിലിം ഹന്തുമാരബ്ധ സ്ത്രീഭിർ ഹാഹാകൃതം ദദാ. അയാൾ ചോര ചുവപ്പാർന്ന ഇരു കണ്ണുകളും ഉരുട്ടിമുഴിച്ച് വലങ്കൈ ചുരുട്ടി സീതയെ കൊല്ലാൻ ആരംഭിച്ചപ്പോൾ സ്ത്രീകൾ മുറവിളിച്ച് കൂട്ടിത്തുടങ്ങി. സ്ത്രീണാം മധ്യാസമുൽപത്യ തസ്യ ഭാര്യ ദുരാത്മന പരാ മണ്ഡോദരി നാമ തയാസ പ്രതിഷേധിത. ആ ദുഷ്ടന്റെ പത്നിയായ മണ്ഡോദരി എന്ന സ്ത്രീരത്നം സ്ത്രീകൾക്കിടയിൽ നിന്നും എഴുന്നേറ്റ് വന്ന് അയാളെ ആ ദുഷ്കർമ്മത്തിൽ നിന്നും തടഞ്ഞു. ഉക്തശ്ച മധുരാമാണിം തയാസ മദനാർദിത സീതയാ തവ കിം കാര്യം മഹേന്ദ്ര സമവിക്രമ. കാമപരവശനായ അവനോട് അവൾ അനുനയഭാവത്തിൽ മധുരമായി ഇങ്ങനെ പറഞ്ഞു: ഇന്ദ്രപരാക്രമ, സീതയെ കൊണ്ട് അങ്ങക്ക് എന്ത് കാര്യമാണ് ഉള്ളത്? ദേവഗന്ധർവകന്യാഭി യക്ഷകന്യാഭിരേവജ സാർദ്ധം പ്രഭോ രമസ്യേഹ സീതയാ കിം കരിഷ്യസി. പ്രഭു, ഇവിടെയുള്ള ദേവഗന്ധർവ കന്യകമാരോടും യക്ഷകന്യകമാരോടും കൂടി അങ്ങ് രമിച്ചാലും സീതയെ കൊണ്ട് എന്താണ് കാര്യം? അനുകൂലമല്ലാത്തൊരു സ്ത്രീയോടുകൂടി രമിക്കുന്നത് വിരസവും കാമസമ്പർദ്ധകമല്ലാത്ത കാര്യവുമാണ് എന്നാണ് ഇവിടെ മണ്ഡോദരി സൂചിപ്പിച്ചിരിക്കുന്നത്. തതസ്ഥാപി സമേതാഭിർനാരീഭി സമഹാബല പ്രസാദ്യ സഹസാ നീതോ ഭവനം സ്വം നിശാചര. കൂടെയുണ്ടായിരുന്ന സ്ത്രീകൾ ഇങ്ങനെ കാമോദ്ദീപക വചനങ്ങളാൽ കരുത്തനായ അരക്കനെ പ്രസാദിപ്പിച്ച് അരമനയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. യാതേ തസ്മിൻ ദശഗ്രീവേ രാക്ഷസ്യോ വികൃതാനനാഹ സീതാം നിർഭത്സയാമാസുർ വാക്യേ ക്രൂരേ സുദാരുണേ. രാവണൻ പോയ ശേഷം വികൃതമുഖികളായ രാക്ഷസികൾ വേദനിപ്പിക്കുന്ന ക്രൂരവചനങ്ങളാൽ സീതയെ ഭയപ്പെടുത്തി. തൃണവദ്ഭാഷിതം താസാം ഗണയാമാസ ജാനകി ഗർജിതം ജതഥാ താസാം സീതാം പ്രാപ്യ നിരർത്ഥകം. ജാനകി അവരുടെ വാക്ക് പുല്ലുപോലെ വിഗണിച്ചു. അതോടെ അവരുടെ ഗർജനം സീതയുടെ അടുക്കൽ വ്യർത്ഥമായി തീർന്നു. വൃത ഗർജിത നിശ്ചേഷ്ട രാക്ഷസ്യാപിശിദാശന രാവണായ സംസുസ്ത സീതാ വ്യവസ്ഥിതം മഹത്. തങ്ങളുടെ ഗർജനം സീതയിൽ യാതൊരു പ്രതികരണവും ഉണ്ടാക്കുന്നില്ല എന്നറിഞ്ഞ് അടങ്ങിയ മാംസമുക്കുകളായ രാക്ഷസികൾ സീതയുടെ നിശ്ചയദാർഢ്യം രാവണനെ അറിയിച്ചു. തതസ്ഥ സഹിത സർവ വിഹദാശ നിരുദ്യമ പരിക്ഷിപ്യ സമന്താത നിദ്രാവശമുപാഗതാഹ. പിന്നീട് അവരെല്ലാവരും ആശയും ഉത്സാഹവും നഷ്ടപ്പെട്ട് സീതയ്ക്ക് ചുറ്റും കിടന്നുറങ്ങി. താസു ജൈവ പ്രസുപ്താസു സീതാ ഭദ്രുഹിതേരത വിലപ്യ കരുണം ദീന പശുശോചാസു ദുഃഖിത. അവർ നല്ല ഉറക്കത്തിലായപ്പോൾ ഭദ്രഹിതകച്ചിത്തയും ദീനയും അത്യന്ത ദുഃഖിതയുമായ സീതാദേവി കരുണമായി തേങ്ങിക്കരഞ്ഞു. താസാം മധ്യ സമുത്തായ ത്രിജട വാക്യമബ്രവീത്. അവർക്കിടയിൽ നിന്ന് ത്രിജട എന്ന രാക്ഷസി എഴുന്നേറ്റ് ഇപ്രകാരം പറഞ്ഞു: ആത്മാനം കാതദക്ഷിപ്രം ന സീതാ വിനശിഷ്യതേ ജനകസ്യാത്മജാസാദി സ്നുഷാ ദശരഥസ്യജ. നിങ്ങൾ സ്വയം തിന്നുകൊള്ളുവിൻ, തന്നെത്താൻ തിന്നുക, സീതയെ തിന്നാൻ കിട്ടുകയില്ല എന്നാണ് ഇവിടെ ത്രിജട സൂചിപ്പിച്ചിരിക്കുന്നത്. ജനകന്റെ പുത്രിയും ദശരഥന്റെ പുത്രഭാര്യയും പതിവ്രതാരത്നവുമായ സീത ഒരിക്കലും നശിക്കുകയില്ല. സ്വപ്നോഹൃദ്യമയാ ദൃഷ്ടോ ദാരുണോ രോമഹർഷണ രക്ഷതാം ജ വിനാശായ ഭർത്തുരസ്യ ജയായജ. രാക്ഷസരുടെ നാശത്തെയും സീതയുടെ ഭർത്താവിന്റെ വിജയത്തെയും കുറിക്കുന്ന അതിഭയങ്കരവും രോമാഞ്ചജനകവുമായ തികച്ചും വാസ്തവമായ ഒരു സ്വപ്നം ഞാൻ ഇന്ന് കണ്ടു. അലസ്മസാദ് പരിത്രാതും രാഘവ രാക്ഷസീഗണം അഭിയാചാമ വൈദേഹിം ഹേദദ്ധി മമരോജതേ. രാഘവനിൽ നിന്ന് രാക്ഷസികളായ നമ്മെ രക്ഷിക്കാൻ വൈദേഹിയോട് യാചിക്കുന്നതാണ് നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. യസ്യാഹേവം വിദസ്വപ്നോ ദുഃഖിതായ പ്രതിഷ്യതേ സാ ദുഃഖേ ബഹുധാ മുക്ത സുഖമാപ്നോത്യനുത്തമം. ദുഃഖിതയായ ഇവളെപ്പറ്റി ഇങ്ങനെ സ്വപ്നം കണ്ടതിൽ നിന്ന് ഇവൾ ദുഃഖങ്ങളെല്ലാം നീങ്ങി ശ്രേഷ്ഠ സുഖങ്ങൾ അനുഭവിക്കുവാൻ പോകുന്നു എന്ന് കരുതണം. പ്രണിപാത പ്രസന്നാഹി മൈഥിലി ജനകാത്മജ. ജനകപുത്രിയായ സീത ശരണാഗതരിൽ കനിയുന്നവളാണ്, സംശയമില്ല. തതസ ശ്രീമതി ബാല ഭർത്തൂർ വിജയാർഷിത അവോജദ്യജിതത്യം ഭവേയം ശരണം ഹിവഹ. ഭർത്താവിന്റെ വിജയവാർത്ത കേട്ട് ഹർഷപുളകിതയും ലജ്ജാവതിയുമായ സീത പറഞ്ഞു:
അത് വാസ്തവമാണെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് ശരണമായി തീരും. ത്രിജയുടെ സ്വപ്നം അധ്യാത്മരാമായണത്തിലെ കിളിപ്പാട്ടിൽ പറയണ ഭാഗം കൂടി നമുക്കൊന്ന് നോക്കാം. ത്രിജയുടെ രാക്ഷസസ്ത്രീകളോട് പറയാണ്, ശൃണുവചനമിതു മമ നിശാചര സ്ത്രീകളെ, ശീലാവതിയെ നമസ്കരിച്ചിടുവിൻ. സുഖരഹിത ഹൃദയമൊടുറങ്ങിനേനൊട്ടു ഞാൻ സ്വപ്നമാഹന്ത കണ്ടേനിതാനിം ദൃഢം. അഖില ജഗദധിപൻ അഭിരാമനാം രാമനും ഐരാവതോപരി ലക്ഷ്മണവീരനും ശരനികര പരിപതന ദഹനഗണജാലേന ശങ്കാവിഹീനം ദഹിപ്പിച്ചു ലങ്കയും. രണശിരസി ദശമുഖനെ നിഗ്രഹിച്ച ശ്രമം രാക്ഷസരാജ്യം വിഭീഷണനും നൽകി. മഹിഷിയെയും അഴകിനോടു മടിയിൽ വെച്ചാദരാൾ മാനിച്ചു ചെന്നയോധ്യാപുരം മേവിനാൻ. കുലിശധരരിപു ദശമുഖൻ നഗ്നരൂപിയായി ഗോമയമായ മഹാഹ്രദം തന്നിലെ തിലരസവും ഉടൽ മുഴുവൻ അലിവിനൊടണിഞ്ഞുടൻ ധൃത്വാ നളതമാല്യം നിജമൂർധനി. നിജസഹജ സജീവസുത സൈന്യസമേതനായി നിർമ്മഗ്നായി കണ്ടു വിസ്മയം തേടിനേൻ. രജനിചരപതി വിഭീഷണൻ ഭക്തനായി രാമപാദാബ്ജവും സേവിച്ചു മേവിനാൻ. കലുഷതകൾ കളവിനിഹ രാക്ഷസ സ്ത്രീകളെ കണ്ടുകൊള്ളാം ഇതു സത്യമത്രേ ദൃഢം. ഗോമയം പറഞ്ഞ ചാണകം. ഹൃദം തന്നിലെ തിലസരസവും ഉടൻ, അതായത് ഹൃദയം പറയുമ്പോൾ കയം. അടുത്ത ശ്ലോകം മുതൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.